വീര്യം ഇപ്പോൾ കുറവാണ് ആവശ്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വീര്യം നോക്കാനാണ് പറയണത്. എനിക്ക് മനസ്സിലായി കുറച്ച് വീര്യം കുറച്ച് കുറവാണ്. കാരണം എന്താ വെച്ചാൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാളല്ല ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഉണ്ടാവുക. അതിന്റെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് അല്ല സുഹൃത്തുക്കളെ, ഇതിനെ ഉത്തരവാദിത്വ ബോധം എന്നാണോ പറയുക? പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് PM ശ്രീയെ ശക്തമായിട്ട് പോരാടുന്നു, PM ശ്രീക്ക് എതിരെ ശക്തമായിട്ട് പോരാടുന്നു. അദ്ദേഹമൊക്കെ കരുതും പോലൊക്കെ തന്നെ നമ്മൾ വിചാരിക്കുന്നു PM ശ്രീ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇടപെടും. ആ ഇടപെടുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഏകമാന സിലബസ് എല്ലായിടത്തും വരും. ആ സിലബസിൽ മിക്കവാറും നമ്മുടെ പൗരാണികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കേണ്ടി വരും. ആയിക്കോട്ടെ, പക്ഷേ അതിന്റെ ഭാഗമായിട്ട് കേരളത്തിന്റെയും മാത്രമല്ല ഇന്ത്യയുടെയും ലോകത്തിന്റെയും പല ചരിത്രങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ പൗരാണികമായിട്ടൊക്കെ പഠിക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഖ്യവൽക്കരണം കൃത്യമായിട്ടും കേരളത്തിലെ സിലബസുകളിൽ നടക്കുകയും അത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളായിട്ട് നമ്മുടെ സ്കൂളുകൾ മാറും എന്ന ഭയത്തിന്റെ പുറത്താണ് PM ശ്രീയിൽ ഒപ്പിടരുത് എന്നൊക്കെ പറയുന്നത്. LDF അതിൽ ഒപ്പിട്ടിട്ടില്ല. ഇതിന്റെ ഭാഗമായിട്ട് ഒപ്പിടുന്നതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും സ്കൂളിൽ ലിസ്റ്റ് അയച്ചു കൊടുത്തിട്ടില്ല എന്നെല്ലാം നിരന്തരം കേന്ദ്ര ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ആ കണക്കുകളെല്ലാം പുറത്താണ്. എന്നിട്ടും ഇതിൽ പിണറായി വിജയൻ ഒപ്പിട്ടു എന്ന് പറയുന്ന ഒരു മുടന്തൻ വാക്കുമായിട്ട് നടക്കുകയാണ്, ആ ഒരു നുണയുമായിട്ട് നടക്കുകയാണ് BD സതീശൻ, ഒപ്പതാ ഈ KM ഷാജി അടക്കമുള്ള ആളുകൾ. എന്തേ അന്നത്തെ വീര്യം ഇപ്പോഴില്ലെന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. എനിക്ക് അത്ര വീര്യം ഇപ്പോൾ കുറവാണ് ആവശ്യത്തിൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ വീര്യം നോക്കാനാണ് പറയണത്. എനിക്ക് മനസ്സിലായി കുറച്ച് വീര്യം കുറച്ച് കുറവാണ്. കാരണം എന്താ വെച്ചാൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാളല്ല ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഉണ്ടാവുക. അതിന്റെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ എന്റെ വീര്യം കൂട്ടാനാണ് ഉദ്ദേശിക്കണതെങ്കിൽ ഇപ്പൊ തൽക്കാലം വീര്യം കുറഞ്ഞു കൊടുക്കാനാണ് തീരുമാനിച്ചത്. അല്ലേ, എന്തൊരു ഭീകരമായിട്ടുള്ള ഒരു യൂട്ടേൺ ആണ് ഇപ്പോ UDF എല്ലാ മന്ത്രിമാരും യൂട്ടേൺ മന്ത്രിമാർ എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. അത്രയ്ക്ക് എന്താ പറയുക, ഒരു യൂട്ടേൺ ആണ് ഇദ്ദേഹം അടക്കമുള്ള ആളുകൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ ലീഗിന്റെ മറ്റു കുറച്ച് വിസ്മയങ്ങളൊക്കെ നമുക്കൊന്ന് കാണാമെന്നുള്ളതാണ്. അതൊന്ന് കണ്ടോക്കി. ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് 15,62,26 കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണ 15,62,26 വരെ 6,09,514. എന്തായാലും അത് നമ്മൾ അങ്ങനെ പരിഹസിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഞാൻ അതിന്റെ പരിഹസിക്കുന്നില്ല. കാരണം ഒന്നെങ്കിൽ അദ്ദേഹത്തിന് ഇത് അറിയില്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇദ്ദേഹത്തെ ഞാൻ കളിപ്പിക്കില്ല. കാരണം എനിക്ക് ഇങ്ങനെ ഒരു വലിയ സംഖ്യകളൊക്കെ വലിയ പ്രശ്നം. ഞാനിപ്പോഴും ഒറ്റ 10, 100, 1000, 10,000, ലക്ഷം എന്നൊക്കെ അങ്ങനെയൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് എണ്ണി നോക്കിയിട്ടൊക്കെ എണ്ണുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും. കണക്കിൽ ഞാൻ ഭയങ്കര മോശമാണ്. അതുകൊണ്ട് ഷാജിയേട്ടനെ കുറ്റം പറയില്ല. പക്ഷേ പറയുന്ന നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ കഴിയായിക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അത് വലിയ പ്രശ്നമാണ്. ഇദ്ദേഹം തന്നെ ഇപ്പോൾ വീര്യം കുറഞ്ഞു എന്ന് പറയുന്നില്ലേ? ഒരിക്കലും ഇദ്ദേഹം ഭയങ്കര വീര്യമുണ്ടായിരുന്നു. PM ശ്രീക്കെതിരെ ശക്തമായി പോരാടിയിരുന്നു. ആ പോരാടിയ വീഡിയോയാണത്. CPM-കാരാ RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അങ്ങനെ ഒരു RSS-ന്റെ പാഠപുസ്തകമൊന്നും മലയാളി പഠിക്കണ്ട. CPM-കാരാ RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക്. ശരിയാണ്, RSS-ന്റെ പാഠപുസ്തകമൊന്നും ഇവിടുത്തെ കുട്ടികൾ പഠിക്കരുത് എന്നുള്ളത് നമ്മളെല്ലാവരും പറയുന്നതാണ്. പക്ഷേ ഇദ്ദേഹം അടക്കമുള്ള ആളുകൾ അധികാരത്തിൽ കയറി വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു യൂട്ടേൺ സംഭവിക്കുന്നത്? തെറ്റാണ് എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടോ മന്ത്രി? ഞാനിപ്പോ അതിൽ അഭിപ്രായം പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്കത് ഇപ്പൊ അഭിപ്രായം പറയുന്നില്ല. ഇതാണ് ഇദ്ദേഹത്തിന്റെ വീര്യം കുറഞ്ഞ മറ്റൊരു അഭിപ്രായ പ്രകടനം. VC-മാര്, നമ്മുടെ VC-മാരെല്ലാം സംഖ്യകളായിട്ടുള്ള VC-മാരൊക്കെ അധികാരത്തിൽ കയറ്റുന്നു. അതിനു വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നു എന്നുള്ള സംഗതിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഗവർണർ അതിന് ശക്തമായിട്ട് ഇടപെടുന്നു, ശക്തമായിട്ട് VC-മാരൊക്കെ തിരികെ കയറ്റുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനെതിരെ പോലും ഒരു ശക്തമായ അഭിപ്രായം മന്ത്രി സ്ഥാനത്ത് വന്നിരിക്കുമ്പോൾ ഇദ്ദേഹം അടക്കമുള്ള ആളുകൾ എന്തുകൊണ്ട് പറയുന്നില്ല? എനിക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മടിയിൽ കനമുണ്ട് എന്നുള്ളതാണ്. ED വരുമെന്ന് പേടിച്ചിട്ടാണ്. എങ്ങാനും ഗവർണർക്കെതിരെ 4 വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എൻ്റെ വീട്ടിന്റെ മുമ്പത്ത് ED വന്ന് നിന്നാലോ എന്നുള്ള ഭയത്തിന്റെ പുറത്താണോ ഷാജിയേട്ടൻ അടക്കമുള്ള ആളുകൾ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? വല്ലാത്ത ചീത്തായിപ്പോയി ഷാജിയേട്ടാ. നിങ്ങളൊക്കെ വിശ്വസിച്ച് നിങ്ങൾ ആ ഒരു PM ശ്രീക്കെതിരെ ശക്തമായി നിൽക്കും, ഇവിടെ സംഗീതമൊന്നും ഇവിടെ നടക്കൂല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾക്കൊക്കെ വോട്ട് ചെയ്ത, മതപരമായിട്ട് തന്നെ വോട്ട് ചെയ്ത ഒരുപാട് മുസ്ലിം സഹോദരങ്ങളില്ലേ നിങ്ങൾക്ക്? അത് അവരോടൊക്കെ നിങ്ങൾ കാണിക്കുന്നത് എന്താണ്? ചതിയല്ലേ? അടക്കമുള്ളവർ പറയുന്ന PM ശ്രീ പദ്ധതിയുമായി യാതൊരു തരത്തിൽ മുന്നോട്ട് പോകരുത്, അതിനെ അംഗീകരിക്കില്ല എന്നാണ്. ആ വാദത്തെ ഉൾക്കൊള്ളുന്നുണ്ട്.
പറ്റില്ല എന്ന് പറഞ്ഞ ആളല്ലേ ഞാൻ പറഞ്ഞതിന്റെ പേരിലല്ലേ ഇങ്ങോട്ട് ഇങ്ങനെ പിന്നെ അറബിക്കാടിലേക്ക് നടക്കുന്നത്. പിന്നെന്ത് പറയാനത്? അവിടെ ഞങ്ങളുടെ അഭിപ്രായമുണ്ട്. ഞങ്ങളുടെ കൃത്യമായ ബോധ്യമുണ്ട് അതിനകത്ത്. നമ്മളുടെ കുട്ടികളുടെ ചരിത്രത്തെ, നമ്മളുടെ കരിക്കുലത്തെ, നമ്മളുടെ സിലബസിനെ, നമ്മളുടെ ഒരു സോഷ്യൽ ഫാബ്രിക്കിൽ നിൽക്കുന്ന ഒരു സൗഹൃദത്തെ, ചരിത്രത്തെ ഒന്നും അപകടപ്പെടുത്തുന്ന ഒന്നും കേരളത്തിൽ വരാൻ പാടില്ല എന്ന ഞങ്ങളുടെ പോളിസിയാണ്. അതിലിപ്പോ MSF അഭിപ്രായം പറഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങളെ ഇങ്ങനെയൊക്കെയാണ് ഇവരെ പോളിസി എന്ന് ഇവർ പറയുന്നത്. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും ഈ പോളിസിയിൽ വെള്ളം ചേർക്കുന്നു, മായം ചേർക്കുന്നു, കലക്കുന്നു, ഏകദേശം ഇല്ലാണ്ടാക്കുന്നു. ഇപ്പൊ അവസാനം എത്തിച്ചേർന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. എനിക്ക് അത്ര വീര്യം കുറവാ ആവശ്യത്തിൽ. അപ്പൊ അതുകൊണ്ട് എന്റെ വീര്യം നോക്കാനാ പറയണത്. എനിക്ക് മനസ്സിലായി കുറച്ച് വീര്യം കുറച്ച് കുറവാണ്. കാരണം എന്താ വെച്ചാൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാളല്ല ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഉണ്ടാവുക. അതിന്റെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പിന്നെ അങ്ങനെ എന്റെ വീര്യം കൂട്ടാനാണ് ഉദ്ദേശിക്കണതെങ്കിൽ ഇപ്പൊ തൽക്കാലം ഇതാണ് ഇപ്പോൾ നമ്മുടെ UDF മന്ത്രിമാരുടെ ഉത്തരവാദിത്ത ബോധം. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ചില വിഷയങ്ങൾക്ക് ശക്തമായി പോരാടുക. ആ പോരാട്ടം കണ്ടിട്ട് ഇവിടുത്തെ പാവം ജനങ്ങൾ വിചാരിക്കുക ഇവർ നമുക്കൊപ്പം നിൽക്കുന്ന ആളുകളാണെന്ന് വിചാരിക്കുക. ആ വിചാരത്തിന് പുറത്ത് അവർ ജയിപ്പിക്കുക. ജയിച്ചു കഴിഞ്ഞാൽ ആ ജനങ്ങളെ പുറകോട്ടടിപ്പിക്കുക. അവരോട് പോയി പണിയൊക്കെ പറയുക. എന്ത് ചെയ്യും? ബൈ.